ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ഡേവിഡ് പി ഐസക് ഗുജറാത്ത് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും ഞാൻ ക്രിസ്തീയ ജീവിതയാത്രയതിൽ. കണ്ണീരിൻ വേളയും കഷ്ടങ്ങളേറെയും വരികിലും അവനിൽ ഞാൻ സന്തോഷിക്കും. കണ്ണീരിൻ വേളയും കഷ്ടങ്ങളേറെയും വരികിലും അവനിൽ ഞാൻ സന്തോഷിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. നാം പഠിച്ചു പോരുന്നതായ തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നാം ശ്രദ്ധിച്ചു വരികയായിരുന്നല്ലോ. ഇന്ന് 1-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങളാണ് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പൃഥുഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പഥ്യോപദേശത്തിന് വിപരീതമായ ഈ മറ്റു ഏതിനും അത്രേ വച്ചിരിക്കുന്നത് എന്നും ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നാം വായിച്ചു കേട്ടത് അത് ന്യായപ്രമാണത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ന്യായപ്രമാണം മനുഷ്യനെ ഒരിക്കലും രക്ഷിക്കുന്നില്ല എന്നുള്ള സത്യം നമ്മെ ഓർപ്പിക്കുകയാണ്. ന്യായപ്രമാണം രക്ഷയ്ക്കുള്ള ഉപാധിയായിട്ട് ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ന്യായപ്രമാണം പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ നാം ന്യായപ്രമാണത്തോട് കടപ്പെട്ടിരിക്കുന്നു. വി ഓട്ട്. ന്യായപ്രമാണം നമുക്കില്ല, വി ഹാവ് നോട്ട്. നമുക്ക് കഴിയില്ല, വി കനോട്ട്. ഈ 3 സത്യം മനസ്സിലാക്കിയാണ് നാം മുൻപോട്ട് പോകേണ്ടത്. എന്നാൽ ന്യായപ്രമാണം ഒരു കണ്ണാടിയാണ് എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കി പോകേണ്ട ഒരു സത്യമാണ്. കണ്ണാടി എന്തിനാണ്? മുഖം നോക്കാനാണ്, അല്ലെങ്കിൽ മുഖം നോക്കി വൃത്തിയാക്കാനാണ്. കണ്ണാടി എന്ത് ചെയ്യുന്നു? അത് അതിൻ്റെ വേല ചെയ്യുകയാണ്. എന്നാൽ നിങ്ങളുടെ മുഖം എന്ത് ചെയ്യാൻ കഴുകുവാനായിട്ട് കണ്ണാടി ഉപയോഗിക്കുന്നില്ല. അതൊരു സത്യമാണ്. കണ്ണാടി നോക്കി നമ്മുടെ മുഖം വൃത്തിയാക്കാൻ സാധിക്കും, പക്ഷേ നിങ്ങളുടെ മുഖം കഴുകുവാനായിട്ട് കണ്ണാടി ഉപയോഗിക്കുന്നില്ല. അത് പാപത്തെ വെളിപ്പെടുത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആ പാപത്തെ വെളിപ്പെടുത്തുമ്പോൾ ആ പാപത്തിലൂടെ എന്ത് ചെയ്യണം? പാപത്തിൽ ജീവിക്കുന്ന ഒരുവന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിയുന്നതിന് വേണ്ടി ആ കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ്. ന്യായപ്രമാണവും കൃപാപ്രമാണവും ഒരുപോലെ എന്ത് ചെയ്യാണ്? ഇവിടെ നമുക്ക് തിരുവെഴുത്ത് പഠിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ന്യായപ്രമാണം എന്ന് പറയുന്നത് വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. നല്ല വാഗ്ദത്ത സന്തതി വരുന്നത് വരെ എന്ത് ചെയ്യാണ്? അതുകൊണ്ട് എന്നാൽ വാഗ്ദത്ത സന്തതി വന്നു കഴിഞ്ഞ് ക്രിസ്തു എന്ത് ചെയ്തു? വന്നു. ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണെന്ന് ഗലാത്യലേഖനം 3:19 റോമാലേഖനം 10:14 നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമായിട്ട് വന്നു. ആ ക്രിസ്തു മുഖാന്തരമാണ് എന്ത് ചെയ്യുന്നത്? നമുക്കിനിയും നമ്മുടെ പാപത്തിന് പരിഹാരം പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ. അവൻ എന്ത് ചെയ്തു? ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളുമായ ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി എന്നാണ് എഫേസ്യർ 2:14 വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ ന്യായപ്രമാണം അതായത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്നതായ ആ ന്യായപ്രമാണം 10 കമാൻഡ്മെന്റ് എന്ന് പറയുന്നത് നാം ഒരിക്കലും മറന്നു കളയാൻ പാടില്ല. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. 3 ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. നീ നിന്റെ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അതുപോലെ തന്നെ കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്. ഇങ്ങനെ ഏതാണ്ട് 10 കാര്യങ്ങളാണ് രേഖപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ 6-ാമത്തെ ഭാഗമാണ് കൊലപാതകം. അതായത് 20:13. അവിടെ നമുക്ക് കാണാണ്ട് കഴിയുന്നത് കൊലപാതകം ചെയ്യരുത്. നമ്മൾ മറ്റുള്ള ഒരാളെ എന്ത് ചെയ്യരുത്? നമുക്ക് അവനെ കൊലപാതകം നടത്താനായിട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ
കൊലപാതകം പല നിലയിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിക്കാനായിട്ട് കഴിയും. ഞാൻ വേഗത്തിൽ ആ കാര്യം ഒന്ന് ഓർപ്പിക്കാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ 10-11 വാക്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഒരു എബ്രായൻ അവിടുത്തെ ഒരു മിസ്രൈം തമ്മിലുള്ളതായ ബഹളത്തിൽ ഒരുവൻ അടിച്ച് അവനെ കൊന്നു എന്ന് വായിക്കുന്നു. അവൻ അവൻ്റെ കയ്യിൽ ഉപകരണം എന്തായിരുന്നു? വടികൊണ്ട് അടിച്ചു കൊന്നു എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 2 കൈ കൊണ്ട് കൊല്ലാം. എങ്ങനെ കൊല്ലാം? കുത്തിക്കൊല്ലാം. 2 ശമൂവേൽ 20-ാം അധ്യായത്തിൽ 9 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിൽ യോവാബിനെ തരം താഴ്ത്തി അമാസയെ സേനാപതിയാക്കി. അതവൻ ഒട്ടും പിടിച്ചില്ല. അതുകൊണ്ട് യോവാബ് അമാസയെ ചതിച്ചു കൊന്നു, കത്തി ഇറക്കി കൊന്നു. നോക്കുക, അങ്ങനെ കുത്തിക്കൊല്ലാം. അതൊരു കൊലപാതകമാണ്, അതൊരു പകവീട്ടലാണ് അല്ലേ? അപ്പോൾ ആ പകവീട്ടിൽ ചെയ്യാൻ പാടില്ല. അതൊരു മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. 1 യോഹന്നാൻ 3:15 മനസ്സിലുണ്ടാകുന്ന പക അത് കൊലപാതകമാണ്. ആ കൊലപാതകം മനസ്സിൽ വെച്ചിരുന്ന് അത് അവസാനം അത് മറ്റവൻ്റെ വിരോധിയായിരിക്കുന്നതിന് മേൽ ഇത് ചെയ്യുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വിശ്വാസികൾ വളരെ മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യമാണ്. കർത്താവിനെ ആരാധിക്കുന്നവർ, കർത്താവിൻ്റെ വചനപ്രകാരം തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേശ വെച്ച് ആരാധിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? മനസ്സിലുണ്ടാകുന്ന പകവെച്ച് കർത്താവിനെ ആരാധിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല, ദിവസങ്ങളിൽ വരാൻ പാടില്ല, പക വീട്ടാൻ പാടില്ല. യോസേഫിനോട് പക വീട്ടി അല്ലേ? എന്ത് സംഭവിച്ചു? അവസാനം അവരെല്ലാം പട്ടിണിയായി. യോസേഫിനെ ദൈവം ഉയർത്തി, അവർ പട്ടിണിയായി. ഒരു കാര്യം ഓർത്തുകൊള്ളണം, നാം മറ്റുള്ളവരോട് പക വീട്ടാൻ നമുക്ക് അവകാശമില്ല. 4-ാമതായിട്ട് 2 ശമൂവേൽ 11-ാം അധ്യായത്തിൽ 11 മുതൽ 15 വരെയുള്ള ഭാഗത്ത് ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയെ ബത്ശേബയെ സ്നേഹിച്ചു. അവളെ എടുക്കാൻ വേണ്ടി ഈ ദാവീദ് പേന കൊണ്ട് ഒരു എഴുത്തെഴുതി ഊരിയാവിൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. ഊരിയാവ് സേനാനായകൻ്റെ കയ്യിൽ കൊടുത്തു. അതിൻ്റെ അകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ഈ കത്തും കൊണ്ടുവരുന്നതായ ഊരിയാവിനെ മുൻനിരയിൽ തന്നെ നിർത്തണം. അവൻ ശത്രുവിൻ്റെ അമ്പേറ്റ് അല്ലെങ്കിൽ ശത്രുവിൻ്റെ പ്രഹരമേറ്റ് മരിക്കണം. എന്നിട്ട് വേണം ചെയ്യാനായിട്ട് ബത്ശേബയെ എടുക്കാൻ. നോക്കുക, എത്രമാത്രം വഞ്ചനയാണ് ചെയ്യുന്നത്. വഞ്ചനയിലൂടെ അവൻ കൊലപാതകം നടത്തുകയാണ്. അതെങ്ങനെയാണ്? പേന കൊണ്ട് എഴുതുകയാണ്. പേന കൊണ്ട് എഴുതി കൊലപാതകം നടത്തുന്നവരുടെ സംഖ്യ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് വിശ്വാസ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്, വേർപെട്ട ഇടയിൽ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് നിന്റെ പേന താത്തു വയ്ക്കുക, നിന്റെ പേന കർത്താവിന് വേണ്ടി എഴുതുക, നിന്റെ പേന കൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് എന്തെങ്കിലും ചെയ്യുക. വൃത്തികെട്ട കാര്യത്തിനോ കൊലപാതകത്തിനോ ഒന്നും ഉപയോഗിക്കരുത്. അത് ദാവീദ് ചെയ്തു. ദാവീദിന് പിൽക്കാലത്ത് അതിൻ്റെ തിരിച്ചടി കിട്ടി. ഇതുപോലെ പേന കൊണ്ട് എഴുതിയ ഒരു ചരിത്രമാണ് 1 രാജാവ് 21-ാം അധ്യായത്തിൽ അഹാബിൻ്റെ ഭാര്യയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ഇസബേൽ എന്ത് ചെയ്തു? ഇസബേൽ ഒരു പേന എടുത്തു, അവൾ എഴുതി. എന്താ എഴുതിയത്? അവളുടെ ചീരത്തോട്ടം നാബോത്തിന് കൊടുത്തിട്ട് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം എടുക്കണം. അവൻ പറഞ്ഞു, പറ്റില്ല, ന്യായപ്രമാണം അനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ട്, ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. അതിന് വിരോധമായിട്ട് എന്ത് ചെയ്തു? അവള് മൂപ്പന്മാർക്ക് ഒരു കത്തൊക്കെ എഴുതി ഇസ്രായേലിൽ എന്ത് ചെയ്തു? അയച്ചു. അവരെല്ലാം കൂടെ അവനെ കൊല്ലുന്നതിന് വേണ്ടിയായിരുന്നു ആ കത്ത് എഴുതിയത്. അവനെ മുൻനിരയിൽ നിർത്തി എന്ത് ചെയ്യണം? അവനെ കല്ലെറിയണം. നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് ഇസബേൽ എന്ത് ചെയ്തു? ഒരു കത്ത് എഴുതി കൊടുത്തു എന്ന് നമ്മൾ വായിക്കും. അപ്പോൾ പേന കൊണ്ട് എന്ത് ചെയ്യാം? കൊല്ലുന്നതായ സ്വഭാവം നമുക്ക് കാണാനായിട്ട് കഴിയും. 5 നാവ് കൊണ്ട് കൊല്ലാൻ ശ്രമിക്കുകയാണ്. സംസാരം കൊണ്ട് കൊല്ലാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകൾ. അതാണ് യാക്കോബ് 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. നാവ് കൊണ്ട് ചതിക്കുന്ന ധാരാളം ആളുകൾ, നാവ് കൊണ്ട് ആളുകളെ കൊല്ലുന്നവർ ധാരാളമുണ്ട്. അതുകൊണ്ട് നാവ് കൊണ്ട് കുരുള പറയാതെ, മറ്റുള്ളവരെ കൊല്ലുവാനായിട്ട് നമ്മുടെ നാവുകൾ ചലിപ്പിക്കാതെ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് നമ്മുടെ നാവുകൾ ഇടയാകട്ടെ. ഇല്ലെങ്കിൽ നിന്റെ നാവിനെതിരായിട്ട് ദൈവം പ്രവർത്തിക്കും എന്നുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. അതാണ് മിരിയാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ വചനം ഞാനവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് സത്യയോടെ ജീവിക്കാം. നമുക്ക് ന്യായപ്രമാണത്തിലെ 1-ാമത്തെ ഭാഗമായ കൊലപാതകത്തെക്കുറിച്ചാണ് ചിന്തിക്കാനിടയായത്. കൊലപാതകം ചെയ്യാതെ ദൈവവചനത്തിനനുസരിച്ച് നമുക്ക് ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്ന് മുതൽ മഹത്വപ്പെടുമാറാകട്ടെ.